പവിത്രത്തിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ വിക്രം വീണ് കിടക്കുന്ന ഒരു ഭാഗമാണ് ലാസ്റ്റ് ഭാഗത്തായി കാണിക്കുന്നത്. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് ഹോസ്പിറ്റലാണ്. എന്തായാലും നമ്മുടെ ജീന തന്നെ വിക്രമിനെ രക്ഷിക്കാൻ എത്തുന്നുണ്ട്. ജീന വേദയുടെ ഫോണിലേക്ക് വിളിക്കുമ്പോഴും വേദ തിരക്ക് കാരണം അത് ശ്രദ്ധിച്ചില്ല. കല്യാണ തിരക്കല്ലേ, അതുകൊണ്ട് തന്നെ മൈൻഡും ചെയ്തില്ല. ആ അവസരം നമ്മുടെ രാധ മുതലാക്കുന്നുണ്ട്. ജീന രാധയെ വിളിച്ച് വിവരം പറയും. രാധ നമ്മുടെ വിക്രമിനെ കാണാൻ ഓടിയെത്തുകയും ശുശ്രൂഷിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നീട് വേദ വിക്രമിൻ്റെ ഫോണിലേക്ക് മാറി മാറി വിളിക്കുന്നുണ്ടെങ്കിലും രാധയുടെ കയ്യിലായിരുന്നു ഫോൺ. അങ്ങനെ ഇപ്പം നീ വന്നു കഴിഞ്ഞിട്ട് വിക്രമിനെ ശുശ്രൂഷിക്കേണ്ട, അവനെ നോക്കാൻ എനിക്കറിയാം എന്നുള്ള ധാരണയിൽ മനസ്സിൽ പറഞ്ഞുകൊണ്ട് ഫോൺ ഇങ്ങനെ എടുക്കാണ്ട് സൈലൻ്റ് ആക്കി വെച്ച് വിക്രമിനെ നോക്കിയിരിക്കുന്നുണ്ട്. ഇതേസമയം തന്നെ കല്യാണം അടുത്ത് പിറ്റേ ദിവസം വീട്ടിൽ വിക്രം എത്തിയിട്ടില്ല. അങ്ങനത്തെ ഒരു ടെൻഷൻ എല്ലാം കൂടി ഇരിക്കുന്ന സമയത്ത് നമ്മുടെ അച്ഛമ്മയും വരുന്നുണ്ട്. എന്താ ഇത് കല്യാണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഒരു പ്രത്യേകിച്ച് ഒരുക്കങ്ങളും മറ്റുള്ള കാര്യങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അതൊന്നും വേണ്ട അമ്മേ, ചെറിയ രീതിയിൽ മതിയെന്ന് ഞാനാ പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ നന്ദിനി പരിഹസിക്കുന്നുണ്ട്. അതിന് ചെക്കൻ എവിടെ, ചെക്കൻ ഇന്നലെ കാലത്ത് പോയതാണ്, പിന്നെ ഒരു വിവരവും ഇല്ല എന്ന് പറയും. എന്താ വേദേ വിക്രം എവിടെയെന്ന് ചോദിക്കും. ഇവിടെ അറിയില്ല മുത്തശ്ശി, വന്നിട്ടില്ല എന്ന് പറയും. അപ്പോൾ പിന്നെ നീ വിളിച്ചില്ലേ എന്ന് ചോദിക്കും. വിളിച്ചു, ഫോൺ എടുക്കണില്ല എന്ന് പറയും. എന്തായാലും അവൻ വരും എന്ന് പറയും. വരുമോ, കല്യാണം നടക്കുമോ എന്നൊക്കെ നന്ദിനി പരിഹസിച്ച് ചോദിക്കുമ്പോൾ വേദ വരും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേദ അകത്തേക്ക് പോകും. പക്ഷെ നമ്മുടെ വിനായകനും നന്ദിനിയും കൂടെ അകത്തേക്ക് പോകാൻ പോകുമ്പോൾ നമ്മുടെ അച്ഛമ്മ പിടിച്ചെടുത്തിട്ട് നിൽക്കവിടെ എന്ന് പറയുന്നുണ്ട്. എന്തായാലും പരിഹസിക്കാനുള്ള കണക്കിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അച്ഛമ്മ അവിടെ നന്ദിനിയെയും വിനായകനെയും പിടിച്ചു നിർത്തിയതൊക്കെയാണ് കാണിക്കുന്നത്. പ്രൊമോ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.